അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 107, 108 വചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ 105, 106 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഉലൈകല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസനാ. ഒരു വിഭാഗം ആളുകൾ, അവരെക്കുറിച്ച് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അഥവാ അമലുകൾ, പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുന്ന ആളുകളെ കുറിച്ച്. അക്കൂട്ടർ അവിശ്വസിക്കുന്നവരായിരുന്നു. അവരുടെ രക്ഷിതാവിൻ്റെ ആയത്തുകളെയും രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അതേപോലെ തന്നെ മരണാനന്തരം തൻ്റെ റബ്ബായ അള്ളാഹുവിനെ, അവരുടെ ദൈവത്തെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെയും അവർ നിഷേധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയത്. അവർക്ക് നാളെ പരലോകത്തിൽ അഥവാ മരണാനന്തര ജീവിതത്തിലെ പ്രതിഫലം കൊടുക്കുന്ന ആ ദിവസം അവരുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ തൂക്കവും ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. ദാലിക ജസാഉഹും ജഹന്നം ബിമാ കഫറു വത്തഖദു ആയാതി വറസൂലി ഹുദുവ. 106-ാമത്തെ വചനം പറഞ്ഞത് അവർക്കുള്ള പ്രതിഫലം നരകമാകുന്നു. അത് അവർ അവിശ്വസിച്ചത് നിമിത്തവും അവർ അവരുടെ രക്ഷിതാവായ, അവരുടെ ദൈവമായ, അവരുടെ സർവേശ്വരനായ അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അവൻ്റെ പ്രവാചകനെയും അവൻ്റെ പ്രവാചകന്മാരെയും പരിഹസിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമായത് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത്. ഇതിൽ പറയുന്ന ഇന്നല്ലദീന ആമനു. ഇനി കാരണം അവിശ്വാസികളായ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് അവിശ്വാസി, ആരാണ് വിശ്വാസി എന്ന് കൃത്യമായി 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വിശ്വാസി എന്നതിൻ്റെ നേർ വിപരീതമാണ് അവിശ്വാസി എന്നത്. അത് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നൊരു പദമാണ് കഫറു, കാഫിർ എന്നുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദമല്ല. അറബി ഭാഷയിൽ, വിശുദ്ധ ഖുർആൻ എന്നത് അറബി ഭാഷയിലാണ്. അപ്പം അറബി ഭാഷയിൽ വിശ്വസിക്കാത്ത ഒരാൾ എന്നുള്ളതാണ് കാഫിർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പരിഹസിക്കാനോ ആക്ഷേപിക്കുവാനോ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പദവും അല്ല. ഏത് മനുഷ്യനും ഒരു മുസ്ലിമായി ജനിക്കുകയും മുസ്ലിം കുടുംബത്തിൽ ജീവിക്കുകയും ചെയ്താൽ പോലും അവൻ അവിശ്വാസി എന്ന, കാഫിർ എന്ന പട്ടികയിൽ വരുമെന്ന് നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, ആ അവിശ്വാസികളായ ആളുകൾക്ക് ജഹന്നമുണ്ട്, നരകമുണ്ട് നാളെ പരലോകത്ത്. എന്നാൽ വിശ്വാസികൾക്ക് എന്തുണ്ട് എന്നുള്ളതാണ് ഈ 107, 108 വചനങ്ങളിൽ പറയുന്നത്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ചവർ. ഇന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലദീന, അടുത്ത് പറയുന്ന ആ വിഭാഗം എന്നുള്ളതാണ് അല്ലദീന. ആമനു, അവർ വിശ്വസിച്ചു. അപ്പോ അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ.
ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ തീർച്ചയായും വിശ്വസിച്ചവർ. വ അമിലു സ്വാലിഹാത്ത്, അമിലു പ്രവർത്തിച്ചു, അവർ പ്രവർത്തിച്ചു. അമിലു എന്ന് പറയുമ്പോൾ ബഹുവചനമായി. അമല് എന്ന് നമുക്കറിയാം പ്രവർത്തനം വരും. അതിന്റെ പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ് വാവ് വന്നപ്പോൾ. ഇന്നലദിന ആമനു എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു വാവുണ്ട്. അപ്പൊ ആ വാവ് അമിലു എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, വിശ്വസിക്കുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ആ പ്രവർത്തിക്കുകയും ചെയ്ത് അസ്വാലിഹാത്ത്, സ്വാലിഹായ നന്മകൾ, സ്വാലിഹായ കാര്യങ്ങൾ, നന്മകളാകുന്ന കാര്യങ്ങൾ, നല്ലതായ കാര്യങ്ങൾ, സൽക്രമങ്ങൾ എന്ന് പറയും. അപ്പൊ വിശ്വസിക്കുക മാത്രമല്ല, അവർ സൽക്രമങ്ങളും ചെയ്തു. വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുകയില്ല. ആളെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ നമുക്ക് നേട്ടം ലഭിക്കണമെങ്കിൽ, നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ, അവിടെ നമുക്ക് അജ്ർ കൂലി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുകയും വേണം. അള്ളാഹു ഉണ്ട്, ദൈവമുണ്ട്, പരലോകമുണ്ട്, മരണാനന്തര ജീവിതത്തിലെല്ലാം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. ആ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നന്മകൾ, സൽക്രമങ്ങൾ ഇവിടെ വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും പറയും, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനത്തെ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? യാതൊരുവിധ തെറ്റും ഞാൻ ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് എന്നുള്ളത്. അതാണ് ദൈവിക കൽപ്പനകൾക്ക് വിധേയമാകുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. അവൻ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിധേയമല്ല എങ്കിൽ അവൻ അവിശ്വാസിയാണ്. അവന് പേരല്ല പ്രധാനം. ഏത് പേര് അവനുണ്ട്, ഏത് കുടുംബത്തിൽ ജനിച്ചു, ഇതൊന്നുമല്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തുവോ, ആ സൽക്കർമ്മങ്ങൾ ദൈവം അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്നതുമായിരിക്കും. അവന് തോന്നുന്ന സൽക്കർമ്മമല്ല. ഒരു ദൈവിക നിയമത്തിന്, ദൈവികമായ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി ജീവിക്കണം. എനിക്ക് തോന്നുന്നത് ഇതാണ്, എൻ്റെ വിചാരം ഇതാണ്, എനിക്കിഷ്ടം ഇതാണ്, ഇതൊന്നും അവിടെ ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ഒരിക്കലും അതൊരു മാനദണ്ഡമായി കാണാൻ പറ്റുകയില്ല. അള്ളാഹു പ്രതിഫലം നൽകണമെങ്കിൽ അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രതിഫലമാണ് പറഞ്ഞ കാനത്ത്, അവർക്കുണ്ടായിരിക്കുന്നതാണ്. കാനത്ത് ആയിരിക്കുന്നതാണ് ലഹും, അവർക്ക്. ആർക്ക്? ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവർക്കും വഅമിലു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ട്. അതാണ്, ആ ആളുകളാണ് ലഹും. ജന്നാത്തുൻ, അവർക്ക് തോട്ടങ്ങളുണ്ട്. ജന്നത്ത് എന്ന് പറഞ്ഞ തോട്ടം എന്നാണ്, സ്വർഗം എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിച്ചത്. സ്വർഗത്തോപ്പുകൾ, സ്വർഗമാകുന്ന തോട്ടങ്ങൾ. അപ്പൊ ജന്നത്ത് എന്നുള്ളതിന്റെ ബഹുവചനാണ് ജന്നാത്ത്. അപ്പൊ ജന്നാത്ത്, തോട്ടങ്ങൾ അവർക്കുണ്ട്. അൽ ഫിർദൗസി നുസുല, ജന്നാത്തുൽ ഫിർദൗസ്. ഫിർദൗസ് ഈ സ്വർഗത്തിന്റെ ഒരു പേരാണ്. ഫിർദൗസ് ഉന്നതമായ സ്വർഗം എന്നൊക്കെ പറയും. അതാണ് ഫിർദൗസ്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥലമാണ് ഫിർദൗസ്. നുസുല, നുസുലൻ എന്ന് പറഞ്ഞാൽ സൽക്കാരമായിക്കൊണ്ട്, അതിഥി സൽക്കാരം, അഥവാ ദൈവത്തിന്റെ സൽക്കാരമായ ഉന്നതമായ തോട്ടങ്ങൾ അവർക്കുണ്ട്. അപ്പോ അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട, ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇത് അള്ളാഹു നമ്മെ സൽക്കരിക്കുകയാണ്, അള്ളാഹു നമ്മെ അതിഥി സൽക്കാരം നടത്തുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ, സർവേശ്വരന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ഭൂമിയിൽ 60-70 വയസ്സ് ജീവിച്ച ആ മനുഷ്യനെ അതിഥി സൽക്കാരം നടത്തുകയാണ്, അഥവാ സൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജന്നാത്തുൽ ഫിർദൗസ് അവന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്.
ഇത് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രതിഫലമാണ്. ഇനി ഇതിനെ നിഷേധിച്ചാലോ? അതിപ്പോൾ ഉണ്ടാവുമോ? ഇല്ലേ, നമുക്കറിയുകയില്ലല്ലോ. നിഷേധിച്ചാലും വിശ്വസിച്ചാലും ഈ കാര്യം അവിടെ ഉണ്ടാവും. നിഷേധിക്കണമെങ്കിൽ ഒരാൾക്ക് നിഷേധിക്കാം. ഒരാൾ നിഷേധിച്ചത് കൊണ്ട് ഈ സ്വർഗം ഇല്ലാതാകുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ലോകത്തുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ മുഴുവൻ നടക്കുന്നത്. സൂര്യൻ ഉദിക്കും അല്ലെങ്കിൽ ഉദിക്കുകയില്ല, ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതൊരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. അതവിടെ നടക്കുക തന്നെ ചെയ്യും. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടാവുക തന്നെ ചെയ്യും. ഗർഭാശയത്തിൽ കിടന്നുകൊണ്ട്, നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭൂമിയിലേക്ക് നമ്മൾ വരും. ഭൂമി എന്നൊരു സംവിധാനം ഇവിടെയുണ്ട്. ഇവിടത്തെ സമുദ്രങ്ങളും തോട്ടങ്ങളും കടലുകളും അതേപോലെ തന്നെ ഈ പറയുന്ന പ്രകൃതിയിലുള്ള ഭംഗികളും പ്രകൃതിയിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാകും. ഒരാൾ ഗർഭാശയത്തിൽ കിടന്നുകൊണ്ട് വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ഭൂമിയിൽ അദ്ദേഹം ആ ഒരു കുട്ടി ജനിച്ചു വന്നപ്പോ ഇതൊക്കെ കാണുന്നത്. അവൻ വിശ്വസിച്ചത് കൊണ്ടല്ല, ഇത് ഒരു പ്രോസസ്സാണ്. ഇതിവിടെ ഉണ്ടാകും, ഇതൊരു ചര്യയാണ്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. സ്വർഗം എന്ന ഉന്നതമായ സ്വർഗം എന്ന പ്രതിഫലം നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ റബ്ബ്, നമ്മുടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സൂര്യൻ എത്രമാത്രം യാഥാർത്ഥ്യമാണോ, ഈ പ്രപഞ്ചം എത്രമാത്രം യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ, അത്രമാത്രം അല്ലെങ്കിൽ അതിലേക്കാളുപരി യഥാർത്ഥമാണ്, ഹക്കാണ് പരലോകം എന്നത്, മരണാനന്തര ജീവിതം എന്നത്, സ്വർഗം എന്നത്. അപ്പൊ അതാണ് അള്ളാഹു പറയുന്നത്. ഇനി ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നുള്ളത് ധാരാളം വിശുദ്ധ ഖുർആന്റെ ഈ ഒരു അധ്യായത്തിൽ തന്നെ ആവർത്തിച്ച ഒരു വിഷയമാണ്. ഈ അധ്യായത്തിൽ തന്നെ ഓരോ അധ്യായങ്ങളിലും ആവർത്തിച്ച് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അതായത് വിശ്വാസികൾ എങ്ങനെയായിരിക്കണമെന്നും എന്താണ് വിശ്വാസം എന്നും ഒരു വിശ്വാസിയുടെ പരിണിത ഫലം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു മരണാനന്തര ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന, ആ ഒരു വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ധാരാളം വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിവിടെയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഇഷ്ടം പോലെ ഒരുപാട് ആയത്തുകളിലൂടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ സത്യത അല്ലെങ്കിൽ അത് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുമാണ് സ്വർഗം ഉണ്ട് എന്നുള്ളത്. സ്വർഗം വേണം എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ആവശ്യവുമാണ്, അല്ലെങ്കിൽ ആ മനുഷ്യന് കിട്ടേണ്ട ഹക്കാണ്. കാരണം ഒരു മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ ഈ ഭൂലോകത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ എല്ലാ തരത്തിലും അവസരമുണ്ടായിട്ടും ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല എങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അത് എത്രമാത്രം നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വർഗം അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവൻ എന്താണോ താല്പര്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്, അതെല്ലാം ലഭിക്കുന്ന ഈ ഭൂലോകത്ത് വെച്ച് ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കുകയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം, സത്യം. നമ്മൾ ആഗ്രഹിക്കുന്നതിൽ എത്ര ശതമാനമാണ് നടക്കുക എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര ശതമാനം നടക്കും? നമുക്കറിയാവുന്ന ഒരു 60ഓ 70ഓ വയസ്സ് ജീവിക്കുന്ന ഒരാൾ ചിന്തിക്കുക, തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് എത്രമാത്രമാണ് നടന്നത് എന്ന്. ഒരു സമ്പന്നനായ വ്യക്തിക്ക് പോലും അദ്ദേഹം ആഗ്രഹിച്ചത് നടക്കുന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കോടീശ്വരൻ
അവന്റെ 2000 വർഷങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചാലും അവന്റെ സമ്പത്ത് തീരുകയില്ല എന്നൊക്കെ പുതിയ ഒരു കണക്കിൽ പറയുന്നുണ്ട്. ഇത് ഒരു അത്രയും വലിയ കോടീശ്വരനായി കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള കോടീശ്വരന്മാരെ കുറിച്ച് വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനത്തിൽ പറയുന്നത്. പക്ഷെ അത്രമാത്രം കോടീശ്വരനായ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധിച്ചിട്ടാണ് ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എനിക്ക് 2000-ഓളം കൊല്ലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള സമ്പത്ത് ഇവിടെ ഉണ്ട്. അതെനിക്ക് 2000 കൊല്ലം ജീവിക്കണമെന്ന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? 2000 കൊല്ലം വേണ്ട, ഒരു 200 കൊല്ലം അല്ലെങ്കിൽ 250 കൊല്ലം, അത്രയെങ്കിലും ഈ സമ്പത്തൊന്ന് ആസ്വദിച്ചുകൊണ്ട് ഈ ജീവിതം എനിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും സമ്പന്നനായ ആളുകൾ ഉണ്ടാവും. കാരണം അവനെല്ലാ നിലക്കും ഉയർന്നു. അവന്റെ ശരീരം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉന്നതമായ ഏറ്റവും വലിയ ഡോക്ടർമാരെ തന്നെ അവന് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ കഴിയും, അവന്റെ പേഴ്സണൽ ഡോക്ടറായിട്ട്. കാരണം ഒരു ഡോക്ടർ ചികിത്സിച്ച് അവന് കിട്ടുന്ന ആ ഒരു സമ്പത്തിനേക്കാൾ സമ്പത്ത് കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് 1 2 അല്ല 10 പേരെ, 10 ഡോക്ടർമാരെ, 10 വിശ്വഗ്രന്മാരെ അദ്ദേഹത്തിന്റെ ചുറ്റും നിർത്താൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷെ മരണപ്പെടൂലേ? ഒരു 90 100 വരെയൊക്കെയല്ല പോവുക. ഇനി അത് ആസ്വദിച്ചുകൊണ്ട് 90 വയസ്സ് വരെ ചിലപ്പോൾ ആസ്വദിച്ചുകൊണ്ട് ജീവിതം ആസ്വദിച്ചുകൊണ്ട് പോകാൻ കഴിയും എന്ന് വരാം. 90 കഴിഞ്ഞാലോ പിന്നെ ഒരു വടി വേണം, ഒരു വടി വേണം കുത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ വീൽ ചെയർ വേണം. ആ രീതിയിൽ കുറച്ചു കാലം കൂടി ജീവിക്കാന്ന് കൂട്ടുക. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ ആരോഗ്യത്തോടു കൂടി ഒരു 100 200 ഈ സമ്പത്ത് തീരുന്നത് വരെയെങ്കിലും ജീവിക്കാൻ കഴിയും അല്ലേ? 2000 കൊല്ലം എനിക്ക് സമ്പത്തുണ്ട് എന്ന് പഠനങ്ങളാണ് പറയുമ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ പറഞ്ഞു കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ ഒരു സമ്പന്നനായ വ്യക്തിക്ക് പോലും തന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി സഫലീകരിച്ച് പൂർത്തീകരിച്ചിട്ടല്ല ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നാളെ പരലോകത്ത് ശാശ്വതമായ ഒരു ജീവിതത്തിൽ അവന് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവന് കൊടുക്കേണ്ടതുണ്ട്. അതാണ് രക്ഷിതാവിന്റെ കടമ, അള്ളാഹുവിന്റെ കടമ, അവന്റെ ദൈവത്തിന്റെ കടമ. അതുകൊണ്ടാണ് ഉന്നതമായ സ്വർഗം തന്നെ അവന് ലഭിക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ആവശ്യമാണ്, ഇത് ഒരു ആവശ്യമാണ്. അള്ളാഹുവിന്റെ ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് പ്രതിഫലം ലഭിക്കുക എന്നുള്ളത്. ദൈവിക കൽപ്പനകൾക്ക് വിരുദ്ധമായി ഈ ലോകത്ത് അക്രമവും അനീതിയും നടത്തി യുദ്ധങ്ങളും അതേപോലെ തന്നെയുള്ള വർഗീയ കലാപങ്ങളും ഉണ്ടാക്കി കോടാനുകോടി ആളുകളെ വധിക്കുകയും നിഷ്ഠൂരമായി അതിനിഷ്ഠൂരമായി വധിക്കുകയും യാതൊരുവിധ ന്യായീകരണവുമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെപ്പോലും, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലുകയും ആ ഗർഭാശയത്തിലുള്ള കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് അതിനെ കുന്തത്തിൽ തറച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇവർക്ക് ആരാണ് ഇവിടുന്ന് ശിക്ഷ കൊടുക്കുക? ശിക്ഷ കൊടുത്ത ഒരു പ്രാവശ്യം അവരെ കൊല്ലാം, തൂക്കിലേറ്റാം. അതിനപ്പുറത്തേക്ക് ഈ ഭൗതിക ലോകത്ത് ഒരു ശിക്ഷ കൊടുക്കാൻ ആർക്കാ കഴിയുക? മരണം എന്നൊന്നുണ്ടല്ലോ, അദ്ദേഹം മരിച്ചു പോകും. ആ മരണം ഒന്നില്ലാത്ത സ്ഥലത്ത് അവനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കും. അതാണ് അവിശ്വാസികൾക്കുള്ള ദൈവിക കൽപ്പനകൾക്ക് വിരുദ്ധമായി ഈ സമൂഹത്തിനാകമാനം ദ്രോഹം സൃഷ്ടിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്കുള്ള പ്രതിഫലം. അപ്പൊ രണ്ടും ആവശ്യമാണ്, രണ്ടും അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ ആയത്ത് ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞു. 103-ാമത്തെ ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പറഞ്ഞ 103-ാമത്തെ അധ്യായം സൂറത്തുൽ അസ്ർ, അതിന്റെ 1 മുതൽ അവസാനം വരെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ,
ഇന്നൽ ഇൻസാന മനുഷ്യർ, ഇന്നൽ ഇൻസാന എന്ന ഇവിടെ ഉപയോഗിച്ചത്, മനുഷ്യൻ ലഫി ഖുസ്ർ, നഷ്ടത്തിലാവും. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ പ്രയോഗം. നിശ്ചയമായും സൽക്രമങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, വിശ്വസിക്കുകയും, ഇന്നല്ലദീന ആമനു വിശ്വസിക്കുകയും, വ അമിലുസ് സ്വാലിഹാത്ത് സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, വതവാസൗ ബിൽ ഹഖ് സത്യം കൊണ്ട് ഉപദേശിച്ചവർ, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ, ഹഖ് കൊണ്ട്, വതവാസൗ ബിസ് സബ്ർ ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവർ, അവർ ഒഴികെ എന്നുള്ളതാണ്. ഇത് കാലത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്. വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മനുഷ്യൻ തീരാ നഷ്ടത്തിലാകുന്നു. മനുഷ്യൻ നഷ്ടത്തിലാകുന്നു. ആ മനുഷ്യൻ എന്ന് പറയുന്ന അവർ, അതിലേത് വിഭാഗം നഷ്ടത്തിലാവുകയില്ല? നഷ്ടത്തിലാകാത്ത ഒരു വിഭാഗമുണ്ട്. മറ്റെല്ലാവരും നഷ്ടത്തിലാകുന്നു. നഷ്ടത്തിലായ വിഭാഗമാരാണ്, നഷ്ടത്തിലാകാത്ത വിഭാഗമാരാണ് അവർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് ആ ആളുകൾ മാത്രമല്ല, അവർ എന്ത് ചെയ്തു? വതവാസൗ ബിൽ ഹഖ് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. വസിയത്ത് നൽകിയവർ പരസ്പരം ഉപദേശിച്ചു. അതേപോലെ തന്നെ വതവാസൗ ബിസ് സബ്ർ ക്ഷമ കൊണ്ട് പരസ്പരം അവർ ഉപദേശിച്ചു. ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. ഇങ്ങനെയുള്ള ആളുകളെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നഷ്ടത്തിലാണ് എന്നുള്ളതാണ്. എത്രമാത്രം അർത്ഥവത്തായ, എത്രമാത്രം പ്രസക്തമായ ഒരു അധ്യായമാണ് ഈ 103-ാമത്തെ അധ്യായം. വളരെ കൃത്യമാണ് ആ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുകയും ചെയ്ത ആളുകൾ, സത്യമല്ലാത്ത ഒരു അസത്യം കടന്നു വരാത്ത ആളുകൾ, ക്ഷമ കൊണ്ട് ആ സത്യം പരസ്പരം ഉപദേശിക്കുമ്പോൾ, സത്യം പരസ്പരം ഉപദേശിക്കുമ്പോൾ സത്യമാകുന്ന എല്ലാ കാര്യങ്ങളും, പ്രധാനപ്പെട്ട സത്യം എന്താണ്? ദൈവമുണ്ട്, നിന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, നിന്നെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കണം. ആ സൃഷ്ടാവിന്റെ ജീവിത ദർശനമാണ് ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് ആ ഇസ്ലാം നീ സ്വീകരിക്കണം, ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുകയും അതിലൂടെ ഉണ്ടാകുന്ന, അങ്ങനെ ഒരാൾ ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ദൈവിക ദർശനത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ആ സമയത്ത് ക്ഷമിക്കണം, ക്ഷമ കൈക്കൊള്ളണം. വൈകാരികമായി നേരിടരുത് അത്തരം പ്രവർത്തനങ്ങളെ. എതിർ വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന, എതിർ ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അവർക്കെതിരിൽ ഉപയോഗിക്കുകയല്ല വേണ്ടത്, ക്ഷമിക്കണം. ഇങ്ങനെ ക്ഷമിക്കണം എന്ന് പറയുന്ന ആ വിഭാഗം ആളുകൾ, ആ വിഭാഗം ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും നഷ്ടത്തിലാണ് എന്നുള്ളതാണ്. ആ നഷ്ടം എന്താണ്? ഇന്നല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ആ ദൈവം, ആ അല്ലാഹു, ആ സർവേശ്വരൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമാകുന്ന കാര്യം നമുക്ക് നഷ്ടപ്പെടും. അതാണ് തീരാ നഷ്ടം. ഇന്നല്ലദീന ലഫീ ഖുസ്ർ, നമുക്ക് നഷ്ടപ്പെടും. അതിനനുസരിച്ച് ഭൗതിക ജീവിതത്തിലും പ്രയാസങ്ങൾ വരും. ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാതെ ഈ ഭൂലോകത്ത്, ഈ ഭൗതിക ജീവിതത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭൗതികപരമായ നഷ്ടങ്ങൾ ധാരാളമാണ്. അത് സമൂഹത്തെ തന്നെ ബാധിക്കും. ഒരാൾ ദൈവനിഷേധിയായി ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാതെ ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ദാരുണമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതാണ് പറഞ്ഞത്. ഇനി 108-ാമത്തെ വചനം, 107-ാമത്തെ വചനമാണ് നമ്മൾ പഠിച്ചത്. ഇനി 108-ാമത്തെ വചനത്തിൽ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. ഖാലിദീൻ എന്ന് പറഞ്ഞാൽ നിത്യവാസികൾ, ശാശ്വതവാസികൾ എന്നാണ്. ഫീഹ അതിൽ, ഏതില്?
കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല എന്ന് 107-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ. അവർക്ക് സ്വർഗമുണ്ട്, ഉന്നതമായ സ്വർഗമുണ്ട്. ഫിർദൗസ് എന്ന ജന്നാത്തുൽ ഫിർദൗസ് എന്ന ആ സ്വർഗമുണ്ട്. നുസുലൻ, അത് അള്ളാഹുവിന്റെ ദൈവത്തിന്റെ സൽക്കാരമായിട്ടുള്ള ആ സ്വർഗമുണ്ടല്ലോ. ഖാലിദീന ഫീഹ, അതിൽ അവർ ശാശ്വതന്മാരായിരിക്കും. അവിടെ മരണമില്ലാത്ത ജീവിതമായിരിക്കും, ശാശ്വതമായ ജീവിതം. ഈ ഭൂമിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏത്? ശാശ്വതമായ ജീവിതം. എനിക്ക് ആയുസ് വേണം, ആരോഗ്യം വേണം, ആരോഗ്യത്തോടു കൂടി ഒരുപാട് സമ്പത്തോടു കൂടി ഇവിടെ ജീവിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതാരും പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോ മനുഷ്യനും മരിക്കുമ്പോൾ ആ മരണത്തിന്റെ ഒരു മനുഷ്യൻ മരിക്കുകയും ആ മരണാനന്തര ചടങ്ങുകളിൽ അവൻ പങ്കെടുക്കുകയും ആ മയ്യത്തിനെ ആ ഒരു മരണപ്പെട്ട വ്യക്തിയെ മറവ് ചെയ്ത് അവൻ തിരിച്ചു പോരുമ്പോഴും നാളെ രണ്ടാമത്തെ ഒരാൾ ഞാനാണ്, എന്നെയും ഈ ഖബറിൽ അടക്കപ്പെടേണ്ടി വരും, എന്നെയും ഇത്തരത്തിലുള്ള മരണാനന്തര ചടങ്ങുകൾക്ക് വിധേയമാക്കി എന്നെയും കൊണ്ടുപോയി അടക്കം ചെയ്യും എന്നൊന്നും ആരും വിചാരിക്കാറില്ല. പറയാനത് പറയും, പക്ഷെ സത്യത്തിൽ അവനെ അത് അത്രമാത്രം സത്യമാണ്, ഹക്കാണ് എന്നുള്ള രീതിയിൽ അവന്റെ മനസ്സിനെ അത് സ്വാധീനിക്കുകയില്ല. കാരണം എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നാളെ മരിക്കൂല, മറ്റന്നാളെ മരിക്കൂല. ആ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ഖബറിങ്കൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്ന് അപ്പോഴും അവൻ ഭൗതിക ജീവിതത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കേന്ദ്രീകരിക്കുന്നത്. ഏത്? നാളെ എൻ്റെ സമ്പത്ത് മക്കൾക്ക് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ നാളെ എനിക്കിതൊക്കെ ഉണ്ടാകണം എന്നൊക്കെ വിചാരിക്കാത്തൊരു മനുഷ്യരുണ്ടാവില്ല. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ജീവിതം ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഈ ഭൗതിക ജീവിതത്തിൽ, ഈ ദുനിയാവിൽ അതിനുള്ള ഒരു സംവിധാനമില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പ്. നശിക്കപ്പെടാത്ത ഒരു സംഗതിയും ഇവിടെയില്ല. നാശത്തിന് വിധേയമാകാത്ത ഒരു കാര്യവും ഇന്ന് കാണുന്ന പ്രപഞ്ചം പോലും, ശാസ്ത്രം തന്നെ പറയുന്നു പ്രപഞ്ചത്തിന് നാശമുണ്ട്. സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഈ നക്ഷത്ര സമൂഹം, ഈ ഗാലക്സികളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ പ്രപഞ്ചം പോലും, ഈ ആകാശങ്ങൾ പോലും അതിനും ഒരു അന്ത്യമുണ്ട് എന്ന് ശാസ്ത്രം പോലും പറയുന്നു. വിശുദ്ധ ഖുർആൻ അതിൽ ധാരാളം വചനങ്ങളിലൂടെ പറയുന്നു അന്ത്യദിനത്തെ കുറിച്ച്. അപ്പൊ ആ അന്ത്യദിനം കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ജീവിതം എന്നുള്ളത് ശാശ്വതമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി കൃത്യമായി പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ഖാലിദീന ഫീഹ, അവർ അതിൽ, ആ സ്വർഗത്തിൽ ശാശ്വതവാസികളായിരിക്കും. ലാ യബ്ഗൂൻ, അവർ ആഗ്രഹിക്കുകയില്ല. അൻഹ, അതിൽ നിന്ന്, ഹിവല, വിട്ടുപോകുവാൻ, അതിൽ നിന്ന് മാറിപ്പോകുവാൻ. അപ്പൊ ഇവിടെ നിന്ന് സ്വർഗത്തിലാണെങ്കിൽ, ഇവിടെ ഭൗതിക ജീവിതത്തിലാണ്, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് സമ്പന്നനും ഇവിടുന്ന് അല്ലെങ്കിൽ മറ്റേതിലേക്ക് പോകാം, അവിടേക്ക് പോകാം എന്നൊക്കെ ചിന്തിക്കുമല്ലോ. അവൻ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക്, ഇപ്പോ ഏറ്റവും വലിയ കോടീശ്വരൻ ഇപ്പൊ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ്? ചൊവ്വയിൽ പോയി താമസാക്കണം എന്നുള്ളതാണ്. ചൊവ്വയിൽ വെച്ച് മരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ പറഞ്ഞ് ഇന്റർവ്യൂലൊക്കെ, അഭിമുഖത്തിലൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ മരിക്കരുത്, ചൊവ്വയിൽ പോയി മരിക്കണം. ആ ചൊവ്വയിലേക്ക്, ശൂന്യാകാശത്തിലേക്ക് എത്രമാത്രം ഈസിയായി, ലളിതമായി, കുറഞ്ഞ സംഖ്യയിലൊക്കെ ശൂന്യാകാശത്തിലേക്ക് യാത്ര നടത്തുകയും അവിടെയൊക്കെ പോയി താമസിക്കാനുള്ള സൗകര്യങ്ങൾ എത്രമാത്രം ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ പറയുന്ന അതിഗൗരവമായ അല്ലെങ്കിൽ അതീവ തീവ്രമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ഇവിടത്തേത് പോരാ എന്നുള്ളതാണ്. ഇവിടെ ഈ ജീവിക്കുന്ന ഭൂമിയിൽ ഇത്രമാത്രം സമ്പന്നനായ, അല്ലെങ്കിൽ 2000 വർഷം വരെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള സമ്പത്തുണ്ട് എന്ന് പറയുന്ന ആ ആളുകൾക്ക് പോലും ഇവിടെ പോരാന്നാ തോന്നുന്നത്. എന്നാൽ സ്വർഗത്തിൽ ലാ യബ്ഗൂന അൻഹാ ഹിവല, ഒരിക്കലും അവർ അവിടെ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ഈ ആസ്വാദനത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ അവസാന വാക്കാണ് സ്വർഗം എന്നുള്ളത്. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.